അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പൊരിച്ച കടിയല്ല കേട്ടോ. അതിന് പകരം കുറച്ച് അറബിക് ഡിഷായ അലീസയാണ്. ഈ അലീസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അലീസ ഉണ്ടാക്കാനായി ആദ്യം തന്നെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കായ, ഒരു കഷ്ണം പട്ട, 3 പൂവ്, പിന്നെ ഒരു ബേ ലീഫ്, 2-3 ഇല്ലി വെളുത്തുള്ളി, ഇതെല്ലാം ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് കുക്കറൊന്ന് ഓണാക്കി കൊടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ചിക്കനും അതിൻ്റെ കൂടെ ഉള്ള നമ്മളെ ഫൈസസും ഒക്കെ എടുത്ത് മാറ്റി കൊടുക്കാം. എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു ഓവർനൈറ്റ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ. ഗോതമ്പ് ഒരുപാട് ഒരു 10-12 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം, എന്നാലേ നമുക്കിത് വെന്ത് കിട്ടുള്ളൂ. ഇനി ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇത് വേവിച്ചെടുക്കാം. ഒരുപാട് വിസിൽ വരണം കേട്ടോ. പിന്നെ നല്ല സിമ്മിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഞാൻ 1 മണിക്കൂറോളം വെന്തതിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴും വെന്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗോതമ്പ് സാവധാനം വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഒന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റവ ദോശയാണ് കേട്ടോ. അപ്പോൾ ഈ റവ ദോശ ഒന്ന് അരച്ചെടുക്കാം. അതിനായി 3 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്. ഞാൻ 2 പ്രാവശ്യം ഇടുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ ഉണ്ടെന്നത്, ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മിക്സ് ചെയ്ത റവ ഫൈനായി ഒന്ന് അരച്ചെടുക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? നോമ്പൊക്കെ നല്ല റാഹത്തായി പോയല്ലോ അല്ലേ? ഏകദേശം നമ്മുടെ നോമ്പ് ഇവിടെ കഴിയാറായി തുടങ്ങി. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ്. നോമ്പൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു പോയി. റവ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ അടച്ചു വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കാരണം നല്ല ചൂടാണല്ലോ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇതിലേക്ക് ഞാൻ ചിക്കൻ വറുത്തരച്ച കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടാണ്. 2 ദിവസമായി ഞങ്ങൾ വീട്ടിൽ വൈഫൈ ഇല്ല കേട്ടോ. കാരണം ആരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മൊബൈൽ ഡാറ്റ ഉണ്ടായതുകൊണ്ട് ആണിപ്പോൾ ഈ വോയിസും കാര്യമൊക്കെ കൊടുത്ത് ഇത് റെഡിയാക്കുന്നത്. ഇന്ന് ശരിയാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരുപാട് വീടുകളിൽ ഇല്ല. നമ്മുടെ ദോശ നല്ലതുപോലെ ഡോട്ടൊക്കെ വന്ന് ഉഷാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലതാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് കഴിക്കാൻ, നല്ല സോഫ്റ്റ് ആവുമല്ലോ. ഈ സമയത്ത് നമ്മുടെ ഗോതമ്പ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, എല്ലൊക്കെ കളഞ്ഞ് ആ ചിക്കനും ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം ഒന്നും കൂടെ വേവാനുണ്ട് കേട്ടോ. പിന്നെ ഇത് വെന്തതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് ഞാൻ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അലീസ നല്ല ഉഷാറായി വരിക. അങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള കുരുമുളകും ഉപ്പ് പോരെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് മുകളിലായി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഗോതമ്പ് പെട്ടെന്ന് അടി പിടിക്കുമല്ലോ, അത് കാരണം അടിയിലൊരു പഴയ തവ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് സിമ്മിലാക്കി വേണം ഇത് ഉടച്ച് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പോരെങ്കിൽ കുറച്ചും കൂടി കുരുമുളകും ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അലീസ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അറബിക് വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഡിഷാണല്ലോ ഇത്. ഇപ്പോൾ നമ്മളും ഉണ്ടാക്കാൻ തുടങ്ങി. പൊരിച്ച കടിയെല്ലാം ഡെയിലി കഴിക്കില്ല. അപ്പോൾ ഇന്നൊരു മാറ്റം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അലീസ റെഡി ആയിട്ടുണ്ട്. ഇനി സർവിങ് ഡിഷിലേക്ക് വിളമ്പുന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലും നെയ്യ് ഒഴിക്കുക. പിന്നെ സർവ് ചെയ്യുമ്പോഴും കുറച്ച് നെയ്യ് ഒഴിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി അലീസയും റവ ദോശയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.